بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ورضي الله تعالى عن القطب المكتوم والبرزخ المختوم والخاتم المحمدي المعلوم أبي العباس أحمد ابن محمد التجاني الشريف الحسني وعن جميع ذرياته وخلفائه ومقدميه ومريديه أجمعين سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بحق الحبيب الأعظم والرسول الأكرم سيد الوجود رسول الله محمد المصطفى صلى الله عليه وسلم وما توفيقي إلا بالله عليه توكلت وإليه أنيب نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله صلى الله عليك يا سيدي يا رسول الله اللهم صل وسلم على عين الرحمة الربانية والياقوتة المتحققة الحائطة بمركز الفهوم والمعاني ونور الأكوان المتكونة الآدمي صاحب الحق الرباني البرق الأسطع بمزون الأرباح المالئة لكل متعدد من البحور والأواني ونور كلام الذي ملأت به كونك الحائط بأمكنة المكان اللهم صل وسلم على عين الحق التي تتجلى منها أرش الحقائق عين المعارف الأقوم صراطك التام الأسقم اللهم صل وسلم على طلعة الحق بالحق الكنز الأعظم إفاضتك منك إليك إحاطة النور المتلسم صلى الله عليه وعلى آله صلاة تعرفنا بها إياه നമ്മൾ ജൗഹറത്തുൽ കമാലിൻ്റെ ആറാമത്തെ ദർസല്ലേ ഇത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അല ഐനി റഹ്മത്തി റബ്ബാനിയ വൽ യാഖൂത ഇതുവരെയാണ് എടുത്തത്. ഞാൻ നമ്മളെ ദർസ് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് ആ പദങ്ങളെ അർത്ഥം ഒരിക്കൽ കൂടെ ഒന്ന് ആവർത്തിക്കാം. അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകൾ, ഇസ്മുൽ ആദം പ്രത്യേകിച്ചും, അതുകൊണ്ട് ഇടതേടിക്കൊണ്ട് നമുക്ക് ഒരു വേണ്ടപ്പെട്ട ഒരു കാര്യം എത്രയും പെട്ടെന്ന് പരിപൂർണമായി എത്തിച്ചു തരണേ എന്നാണ് അല്ലാഹുമ്മ എന്ന മഹത്തായ ആ ഒരു വാക്കിൻ്റെ അർത്ഥം. സ്വല്ലി അല്ലാഹ്, നീ ആദരവോടുകൂടിയുള്ള ആ പ്രത്യേക അനുഗ്രഹം ചൊരിയണേ എന്നാണ്. വസല്ലിം അല്ലാഹ്, നിന്റെ കോപത്തിൽ നിന്ന് വരുന്ന എല്ലാവിധ ശിക്ഷ പരീക്ഷണങ്ങളിൽ നിന്നും നീ രക്ഷ നൽകണേ എന്നാണ് വസല്ലിം എന്നുള്ളത്. ആരുടെ മേലാണ് ഈ സ്വലാത്തും സലാമും വർഷിക്കേണ്ടത്? അല ഐനി റഹ്മത്തി റബ്ബാനിയ, റബ്ബാനിയായ കാരുണ്യത്തിൻ്റെ ഉറവിടത്തിന്മേൽ, അല്ലെങ്കിൽ കാരുണ്യം എന്താണോ അത് തന്നെ അതിന്മേൽ ചൊരിയണേ എന്ന് പറഞ്ഞു. ഐൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു സാധനം എന്താണോ അത് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഉറവിടം. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് ഈജാദുണ്ട്, ഇംദാദുണ്ട്. ഈജാദും ഇംദാദും സംഭവിക്കാത്ത ഒരു സമയം പോലും ഒരു സൃഷ്ടിക്കും കടന്നു പോകില്ല. എപ്പോഴും ഈജാദ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു തആലയ്ക്ക് മാത്രമേ നിരന്തരം വുജൂദുള്ളൂ. ബാക്കി എല്ലാ സൃഷ്ടികൾക്കും വുജൂദ് അതും വുജൂദ് അതും വുജൂദ് അതും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അഥവാ ഉണ്മയും നാശവും നമ്മൾ അറിയാത്ത രൂപത്തിൽ നാശം. ഏതുപോലെ നമ്മളെന്ന് പറഞ്ഞൊരു ഒരു ഒരു പ്രകാശ് ബൾബ് എടുക്കുക. ബൾബ് യഥാർത്ഥത്തിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുകയാണോ അതോ അണഞ്ഞും കത്തിക്കൊണ്ടിരിക്കുകയാണോ? പക്ഷെ അതെന്ത് നമുക്കത് മനസ്സിലാവാത്തത്? അത്ര വേഗതയിൽ അത് അണയലും കത്തലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളില്ല, ബിറ്റുണ്ടല്ലോ, ഇതേപോലെയാണ്. പക്ഷെ തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും സ്പീഡിലാണ് കത്തലും അണയലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും ഒരു സമയം പോലും ഒരാൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഇംദാദ്,
നമുക്ക് ലഭിക്കേണ്ട മറ്റൊക്കെ അനുഗ്രഹങ്ങളും അതിൻ്റെ എല്ലാം ഉറവിടം ആരിൽ നിന്നാണ്? അല്ലാഹു തആലയിൽ നിന്നാണ്. അല്ലാഹു തആലയിൽ നിന്ന് തന്നെയാണ് ഹബീബുൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഉറവിടത്തിന്മേലാണ് അള്ളാഹുവിൻ്റെ സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ. അർ റബ്ബാനിയ, അത് ഐനിലേക്കും ചേർത്തി പറയാം, റഹ്മത്തിലേക്കും ചേർത്തി പറയാൻ പറഞ്ഞു. റഹ്മത്ത് പറഞ്ഞാൽ ഈ റഹ്മത്ത് വരുന്നത് ആരിൽ നിന്നാണ്? അള്ളാഹുവിലേക്കാണ്. ഈ ഐൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ റബ്ബാനിയാണ്. എന്തുകൊണ്ട്? അള്ളാഹു തആലയെക്കുറിച്ച് ഏറ്റവും നല്ലതുപോലെ മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ ആരാവുന്നത്? റബ്ബാനിയാവുന്നത്. ദാലുൻ അലല്ലാഹ്, അള്ളാഹുവിലേക്ക് അറിയിക്കുമ്പോൾ. മനസ്സിലായി? അപ്പോൾ ഐനും റബ്ബാനിയിലേക്ക് ചേർത്ത് പറയാം, റഹ്മത്തും ചേർത്ത് പറയാം. അത് പറഞ്ഞു. പിന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ വൽ യാഖൂത, അതായത് ഹബീബുൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 വിശേഷണങ്ങളിലെന്ന് പവിത്രത, ഉത്കൃഷ്ടത, പരിശുദ്ധത, ഇതെല്ലാം ഏറ്റവും അധികം മേളിച്ചു നിൽക്കുന്നത് ആരിലാണ്? ഹബീബുൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അറബികൾക്ക് അറബി ലോകത്ത് അന്ന് ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും പവിത്രതയുള്ള, ഏറ്റവും പരിശുദ്ധതയുള്ള സാധനം മാണിക്യമായതുകൊണ്ടാണ്, രത്നങ്ങളിൽ മാണിക്യമായതുകൊണ്ടാണ് അതിലേക്ക് വർണ്ണിച്ചുകൊണ്ട് എന്ത് പറഞ്ഞത്? യാക്കൂത്ത എന്ന് പറഞ്ഞത്. തശ്ബീഹുൽ ബലീഗ് ആണെന്ന് പറഞ്ഞു. തശ്ബീഹുൽ ബലീഗ് എന്ന് പറഞ്ഞാൽ പിന്നെ വർണ്ണനയുടെ അടയാളവും കാണൂല, വർണ്ണിക്കുന്നതിൻ്റെ ഒരു കാരണത്താലായിരിക്കും വർണ്ണിക്കുക, അതും പറയൂല. ഇവിടെ സാധാരണ വർണ്ണിക്കുമ്പോൾ നമ്മളൊരു കാഫ് കൊടുക്കും, അത് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ എന്തിനാണ് വർണ്ണിക്കുന്നത് എന്നും പറയും. ഇപ്പോൾ സിംഹത്തിനോട് ധീരതയാണ് വർണ്ണിക്കുക, ചന്ദ്രനോട് സൗന്ദര്യത്തെയാണ് വർണ്ണിക്കുക. ഇവിടെ എന്തിന് ആണ് വർണ്ണിച്ചെന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടത് പറയേണ്ട ആവശ്യമില്ല. 3 കാര്യങ്ങളിലാണ് മാണിക്യം തെളിഞ്ഞു നിൽക്കുന്നത്. ഏതൊക്കെയാണ്? പരിശുദ്ധത, പവിത്രത, ഉത്കൃഷ്ടത. മനസ്സിലായില്ല? ഇതുവരെയാണ് നമ്മൾ എത്തിയത്. പക്ഷെ ഇതിനേക്കാൾ സാധാരണ ഇങ്ങനെയാണ് തശ്ബീഹ്. നമ്മൾ വർണ്ണിക്കുമ്പോൾ ഏത് സാധനത്തിലേക്കാണോ വർണ്ണിക്കുന്നത്, അക്കാര്യത്തിൽ വർണ്ണിക്കപ്പെടുന്നതിനെ കൂടുതൽ എന്തിനെ വെച്ചാണോ വർണ്ണിക്കുന്നത് അത് മേലെയായിരിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സിംഹത്തിനോടാണ് സാദൃശ്യപ്പെടുത്തുന്നതെങ്കിൽ ധീരത എന്ന വിഷയത്തിലായിരിക്കുമല്ലോ സാദൃശ്യപ്പെടുത്തുന്നത്. അപ്പോൾ സിംഹത്തിനായിരിക്കണം ധീരത കൂടി നിൽക്കേണ്ടത്. ആർക്ക് ആവരുത്? നമുക്കാവരുത്. നേരെ തിരിച്ചു വരില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്? ഇല്ല, പരിശുദ്ധതയാവട്ടെ, ഉത്കൃഷ്ടതയാവട്ടെ, പവിത്രതയാവട്ടെ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ഉന്നതിയിൽ വേറെ ആരുമില്ല. തങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് വല്ലതും ഇങ്ങനെ ചേർത്തി പറയാൻ പോലും പറ്റില്ല. ഏതിനാ? പിന്നെ എന്ത് അങ്ങനെ പറയാൻ കാരണം? അത് വേറെ വഴിയില്ല. അപ്പോൾ കഴിയാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് വെച്ചിട്ട് പറഞ്ഞു പോണതാണ്, വേറെ വഴിയില്ലാത്തതുകൊണ്ട്. മനസ്സിലായല്ലോ? ഇതുവരെയാണ് എത്തിയത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഈ 6ാമത്തെ ദർസിൽ പറയാൻ പോകുന്നത്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ ഐനി റഹ്മത്തി റബ്ബാനിയ്യതി വൽ യാഖൂതത്തിൽ മുതഹഖിഖ അൽ മുതഹഖിഖ എന്ന പദമാണ്. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അൽ മുതഹഖിഖ എന്ന് പറഞ്ഞ ഇസ്മു ഫായിലാണ്. തഹഖഖ യതഹഖഖു തഹഖുകൻ ഫഹുവ മുതഹഖിഖുൻ. അതിൻ്റെ പിന്നെ മുഅന്നസാണ് അത്, മുതഹഖിഖ, സ്ത്രീലിംഗം. അപ്പം തഹഖഖ എന്ന് പറഞ്ഞാൽ സ്ഥിരത സിദ്ധിച്ചു എന്നാണ് അർത്ഥം. സ്ഥിരത സിദ്ധിച്ചത് എന്നാണ്, ഒരു സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അൽ മുതഹഖിഖ ഇവിടെ സ്ത്രീലിംഗം ഉപയോഗിക്കാൻ കാരണം യാക്കൂത്തയിലേക്ക് ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞല്ലോ, മാണിക്യമാണ് ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയുള്ള മാണിക്യം? തനി മാണിക്യം. ആ മാണിക്യം അതിൻ്റെ സ്വഭാവങ്ങളിൽ സ്ഥിരത എന്തായിട്ടുണ്ട്? സിദ്ധിച്ചിട്ടുണ്ട്. ഏതൊക്കെ വിഷയത്തിൽ? പവിത്രതയിലും ഉത്കൃഷ്ടതയിലും പരിശുദ്ധതയിലൊക്കെ നല്ല സ്ഥിരത ഉണ്ട്, സ്ഥിരപ്പെട്ടിരിക്കുകയാണ് ആ വിശേഷണങ്ങൾ. അതിൽ ഒരു കുറവോ ഒരു ന്യൂനതയോ കാണിക്കാൻ കഴിയാത്ത വിധം തനിമ പരിപൂർണമായി നിലകൊള്ളുന്ന മാണിക്യം എന്നാണ് അൽ മുതഹഖിഖ. എന്തിനാണ് മാണിക്യം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതെടുത്ത് പറയാൻ കാരണം?
ഇതോട് നമുക്ക് ഉറപ്പിക്കാം, ഈ മാണിക്യത്തിന് യാതൊരുവിധ ന്യൂനതയില്ല. എന്താണ് അത്? ന്യൂനത ഒന്നും ഇല്ലാത്ത വിധം അതിൻ്റെ വിശേഷണങ്ങളൊക്കെ അതിലെന്തായിട്ടുണ്ട്? നല്ലവണ്ണം സ്ഥിരത വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സ്ഥിരത ഈ മാണിക്യത്തിന് കൈവന്നത്? അഥവാ അത് നമ്മൾ വർണ്ണിച്ചു പറഞ്ഞത്, അഥവാ ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എങ്ങനെ ഉത്കൃഷ്ടത ലഭിച്ച്, എങ്ങനെ പവിത്രത ലഭിച്ച്, എങ്ങനെ പരിശുദ്ധത ലഭിച്ച്, എങ്ങനെ ഈ വിശേഷണങ്ങളിൽ തങ്ങൾ എന്തായി സ്ഥിരത നേടി, അല്ലെങ്കിൽ അത് ഈ വിശേഷണങ്ങൾ തങ്ങൾ സ്ഥിരപ്പെട്ടത് എങ്ങനെ? ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു, ഖൗലുഹു അൽ മുതഹഖിഖ ജവാഹിൽ മആനിലെ ഇബാറത്താണ്, യഅനി بجميع الصفات والأسماء الإلهية التي يتوقف عليها وجود الكون. എങ്ങനെയാണ് ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ പ്രത്യേകത കൈവന്നത്? അതിൻ്റെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വിശേഷണങ്ങളും ഇസ്മുകളും കൊണ്ടാണ് ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതെന്തായത്? സ്ഥിരപ്പെട്ടത്. അല്ലാഹു തആലാന്റെ ഇസ്മുകളും സിഫാത്തുകളും എന്ന് പറഞ്ഞാൽ എണ്ണിക്കണക്കാക്കാൻ പറ്റൂല, ഒരുപാടുണ്ട്. അതിൽ ചില ഇസ്മുകളിൽ നിന്നും സിഫത്തുകളിൽ കൊണ്ടുമാണ് എന്ത് തന്നെ നിലകൊള്ളുന്നത്? ലോകം തന്നെ നിലകൊള്ളുന്നത്. അള്ളാഹുവിൻ്റെ ഇസ്മുകളോ അള്ളാഹു തആലാന്റെ സിഫാത്തുകളോ അള്ളാഹിന്റെ സൃഷ്ടികൾക്ക് ഉണ്ടാവോ? ഇല്ലല്ലോ. ലൈസ കമിസ്ലിഹി ഷൈ, അത് നമ്മൾ പഠിച്ചതല്ലേ. അള്ളാഹുവിനെ പോലെ ഒരിക്കലും അള്ളാഹുവിൻ്റെ ദാത്തോ അള്ളാഹുവിൻ്റെ സിഫാത്തോ അള്ളാഹിൻ്റെ അഫ്ആലുകളോ അഥവാ അള്ളാഹിൻ്റെ സത്ത, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവർത്തികൾ, ഇവയൊന്നും തന്നെ ഒരു തരത്തിലും സൃഷ്ടികളുമായ പ്രവർത്തികളുമായി സാമ്യപ്പെടൂല എന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്താ ഈ പറഞ്ഞത് കൊണ്ട് മാന? പക്ഷെ ഈ ലോകത്തെ അള്ളാഹു പടച്ചത് അവനാണല്ലോ പടച്ചത്. ഈ ലോകം നിലനിൽക്കുന്നത് ഒക്കെയും അള്ളാഹുവിൻ്റെ സിഫത്തുകളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ്. ഒരു ബന്ധം, റഹ്മ, കാരുണ്യം, ഇതാരെ പ്രത്യേകതയാണ്? ആ പ്രത്യേകതയിൽ നിന്നും മനുഷ്യൻ, സൃഷ്ടികൾ പിടിച്ചെടുക്കും ഒരൽപ്പം. അങ്ങനെ അവനും കാരുണ്യവാനാവും. അതേപോലെ ധീരത പിടിച്ചെടുക്കും, എന്താവും? കാരുണ്യവാൻ. കരീം, കറം, ആർക്കും വാരിക്കോരി കൊടുക്കാനുള്ള മനസ്സ്, അത് എവിടെ നിന്നാണ് കിട്ടുന്ന? അള്ളാഹു കരീം എന്ന അള്ളാഹു അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ആവാൻ നോക്കുകയാണ്. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള മഹാന്മാര് അള്ളാഹുവിൻ്റെ അസ്മാകളെ കുറിച്ച് പറയുമ്പോൾ ഓരോ ഇസ്മിനെ കുറിച്ച് പറഞ്ഞിട്ട് ഈ ഇസ്മുകളിൽ നിന്ന് എന്തെല്ലാം വിശേഷണങ്ങൾ ഒരു അടിമയ്ക്ക് നേടിയെടുക്കാനാകും എന്ന് പറയും. അപ്പൊ അള്ളാഹുവിൻ്റെ സിഫത്ത് ഒരിക്കലും നമുക്കുണ്ടാവില്ല. പക്ഷെ ആ സിഫത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സൃഷ്ടികൾ എന്താവും? പല വിശേഷണങ്ങളും നേടിയെടുക്കും. കാര്യം മനസ്സിലായ? തിരിയുന്നുണ്ടാ? അപ്പോൾ ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ മഹത്തായ പ്രത്യേകതകൾ കൈവന്നത് ലോകം നിലനിൽക്കുന്ന അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകളുണ്ട്, അതിന്മേലാണ് ലോകം നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള ലോകം നിലനിൽക്കാൻ കാരണമായ അസ്മാ സിഫത്തുകളെല്ലാം പരിപൂർണമായിട്ട് ഏറ്റവും നല്ലതുപോലെ ആ അള്ളാഹുവിൻ്റെ അസ്മാ സിഫത്തുകളിൽ നിന്ന് ഒരു സൃഷ്ടിക്ക് കിട്ടാവുന്നത് എന്തൊക്കെയുണ്ടോ അത് പൂർണ്ണമായിട്ടും ആരിൽ മേളിച്ചിട്ടുണ്ട്? തങ്ങളിൽ. കാര്യം മനസ്സിലായി? ആ സിഫത്തുകളോ ആസ്മാകളോ ഇല്ല, അതിൽ നിന്നും ഒരു സൃഷ്ടിക്ക് പിടിച്ചെടുക്കാൻ പറ്റുമല്ലോ. അതൊക്കെ ആരിൽ മേളിച്ചു? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് തങ്ങളിലൂടെ അല്ലാതെ നമുക്ക് അല്ലാഹു തആലയെ അറിയാൻ കഴിയുമോ? അള്ളാഹു, നമ്മുടെ സൃഷ്ടികൾ ലോകത്ത് ഏറ്റവും വലിയ കറം ഉള്ളവർ ആരാണ്? അപ്പോൾ നബിതങ്ങൾ അങ്ങനെ കറമുള്ളവരാണെങ്കിൽ നബി അങ്ങനെ കറമുള്ളവരാക്കിയതാര്? ആ അള്ളാഹു തആല എത്ര വലിയ കരീമായിരിക്കും. നബിതങ്ങൾ റഹ്മത്തുടയവരാണ് എങ്കിൽ ആ റഹ്മത്ത് കൊടുത്ത അള്ളാഹു തആല എത്ര വലിയ റഹ്മാനായിരിക്കും.
മനസ്സിലായ? തങ്ങൾ ലുത്തുഫുള്ളവരാണ് എങ്കിൽ തങ്ങളെ ലത്തീഫാക്കി അള്ളാഹു താല എത്ര വലിയ ലത്തീഫായിരിക്കും. ലുത്തുഫ് നൽകി അള്ളാഹു താല എത്ര വലിയ ലത്തീഫായിരിക്കും. ഇങ്ങനെ ഏതും എടുത്തു വെക്ക്. മനസ്സിലായില്ല? അതാണ് മഹാനവർകൾ പറഞ്ഞത്. എന്നാൽ സൃഷ്ടിലോകം നിലനിൽക്കാത്ത, സൃഷ്ടികളുമായി ബന്ധപ്പെടാത്ത വേറെയും അസ്മാ സിഫാത്തുകൾ ആർക്കുണ്ട്? അള്ളാഹു താലയ്ക്കുണ്ട്. പക്ഷെ സൃഷ്ടികൾ ബന്ധപ്പെടുന്ന എല്ലാ അസ്മാ സിഫാത്തുകളുടെയും അതിൽ നിന്നും ലഭിക്കുന്ന എല്ലാ ഗുണഗണങ്ങളും ആരിൽ പരിപൂർണമായി മേളിച്ചു? ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മേളിച്ചു. അങ്ങനെയാണ് തങ്ങൾ ഏറ്റവും ഉത്കൃഷ്ടരായത്. അതായത് ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ നോക്കി നോക്ക്. ലോകത്ത് ഒരുപാട് സസ്യലതാദികളുണ്ട്. ഇവകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവും. എന്താണ്? മറ്റുള്ളവയ്ക്ക് ഗുണം ചെയ്യും. എന്തോ ഒരു ഗുണം ഓരോ സസ്യത്തിനും ഉണ്ടാവൂലേ? തുളസി, പിന്നെ അത് തുളസി, ചേമ്പല, ഒന്നല്ലെങ്കിൽ വിശപ്പെങ്കിലും തീർക്കും. ചേമ്പല കഴിക്കൂലേ? അഭിയോ കഴിക്കൂലേ? പിന്നെ ഉണ്ടല്ലോ നമ്മളാ ആ ചൊറിയണ സാധനം, അല്ലാന്ന് നായ്ക്കുറന, നായ്ക്കുറന. പക്ഷെ അതിൻ്റെയും ഫദായിലുകളും ഗുണഗണങ്ങളും നമ്മളറിയാത്ത എന്തൊക്കെയോ ഉണ്ട്. മറ്റൊരു വശം നിങ്ങൾ നോക്കണ്ട ഉണ്ട്. ഏതൊരു സസ്യത്തിനും അജബാണ്. അജബുൽ അജായിബാണ് ഓരോ സസ്യവും. അതിലുണ്ടാവുന്ന ഗുണങ്ങൾ, അതായത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാനായി ഉള്ള അള്ളാഹുവിൻ്റെ പടപ്പുകളാണ് അത് ഗുണം ചെയ്യുക. ഇനി നോക്ക് നിങ്ങൾ, ഭൂമിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ത്? ഈ ലോകത്തുള്ള എല്ലാ ജീവികളെയും അത് സംരക്ഷിക്കുന്ന. എങ്ങനെയാ? അത് താങ്ങുന്നുണ്ട്. അതിൻ്റെ ഗുണം. ആകാശമോ ഈ ലോകത്തുള്ള സകല വസ്തുക്കൾക്കും മഴ പോലുള്ള പല കാര്യങ്ങളും നൽകുന്നുണ്ട്. സൂര്യനോ, ഇങ്ങനെ ഓരോ വസ്തുക്കൾ എടുത്താലും അതിൽ ഓരോ ഗുണങ്ങൾ കാണും. ഈ ഗുണങ്ങളൊക്കെ നിങ്ങളെടുത്തോ, അത് ഏറ്റവും പരിപൂർണമായിട്ട് ആരിലുണ്ടാവും? ഹബീബുൽ ആദം. നമ്മൾ ആദമിയായ ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ അപ്പുറം എവിടെ ഉണ്ട്? അല്ലോ അങ്ങ് കിടക്കയില്ലേ? ഈ ലോകമല്ലല്ലോ, ഈ ലോകത്തിൻ്റെ മുകളിലൊരു ലോകമില്ലേ? അതിൻ്റെ മുകളിലൊരു ലോകമുണ്ട്. അതിൻ്റെ മുകളിലുണ്ട് എത്രത്തോളം ജബറൂത്ത് വരെ എത്തും. ആ ജബറൂത്തിലുള്ള ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബുദ്ധി കൊണ്ടുപോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല സാധാരണക്കാർക്ക്. അവിടെ നിന്ന് പിന്നെ മലക്കൂത്തിലേക്ക്, അതേപോലെ റൂഹിൻ്റെ ലോകത്ത്, അതേപോലെ തന്നെ എവിടെ നമ്മളെ ഈ ലോകത്ത്, ഓരോ ലോകത്തുള്ളവർക്കും അവരവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അല്ലാഹു തആല ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെളിപ്പെടുത്തിയതാണ്. അപ്പം നമ്മൾ ഈ ലോകത്തുള്ള ഏത് വസ്തുവിൻ്റെ ഗുണവും പരിപൂർണമായി മേളിച്ചിരിക്കുക ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? അൽ ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ. അതായത് ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദിമ സൃഷ്ടി ഉണ്ടല്ലോ, ആദി ഒളിവ് എന്ന് നമ്മൾ പറയുന്ന ആദി ഒളിവർ എന്ന് പറഞ്ഞ ആദി ഒളിവരിലേക്ക് ആണ് ഇത് ഏറ്റവും കൂടുതൽ ഇരിക്കുക. അവിടെ നിന്ന് വേണം നിങ്ങൾ മനസ്സിലായ അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ ആദമിയായിട്ട് ആര് വന്നത്? അൽ ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത്. മനസ്സിലായ? അപ്പോൾ അല്ലാഹു തആല ഈ ലോകത്തെ നിലനിർത്തിയിട്ടുള്ള, ഈ ലോകം അത് നിലനിൽക്കുന്ന ഏതേതെല്ലാം ഗുണങ്ങളുണ്ടോ റബ്ബ് തആലയിൽ നിന്നും ലഭിച്ച, അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ നിന്നും അസ്മാകളിൽ നിന്നും ലഭിച്ച ഗുണഗണങ്ങളെല്ലാം പരിപൂർണമായി ഉൾക്കൊള്ളുക എന്ന കാരണം കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉത്കൃഷ്ടതയും പവിത്രതയും പരിശുദ്ധതയും ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ സ്ഥിരത ഉണ്ടായത്. അപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതാണ് നോക്ക് നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ എത്ര സൂചനകൾ കാണാം. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. വേറെ ആരെങ്കിലും കുറിച്ച് അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സൃഷ്ടിയെക്കുറിച്ച്? വഇന്നക ലഅലാ, നബിയെ തങ്ങൾ അതിമഹത്തായ
സ്വഭാവത്തിനും മേലെയാകുന്നു എന്നാണ് പറഞ്ഞത്. അതും ഇന്ന കൊണ്ട് ആദ്യം ഉറപ്പായും നബിയെ അവിടെ നിന്നല്ല വീണ്ടും ഉറപ്പ്. ഇന്നക ഫീ എന്നല്ല പറഞ്ഞ, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അതിമഹത്തായ സ്വഭാവ വൈശിഷ്ട്യത്തിന്മേലാണ് തങ്ങളെ തീർച്ചയായും ഉറപ്പായും അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ആരെയും പറഞ്ഞിട്ടില്ല. ഈ സ്വഭാവം ഏതുമായിക്കൂടെ, ഏത് നല്ല സ്വഭാവം എടുത്താലും ആ സ്വഭാവത്തിൽ ഏറ്റവും നല്ലതുപോലെ ആർക്കാണ് ഉണ്ടാവുക? പക്ഷെ അത് തിരിച്ചറിയാനുള്ള കുദ്റത്ത് നമുക്ക് ചിലതിൽ കഴിയും, ചിലതിൽ കഴിയുന്നില്ല എന്ന്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. കണ്ടില്ലേ, നിങ്ങൾക്ക് അതിമഹത്തായ ഒരു മാതൃക, അതിസുന്ദരമായ മാതൃക ആരിലുണ്ട്? എന്തുകൊണ്ട്? ആ മാതൃക എല്ലാ നന്മകളും സ്വാംശീകരിച്ച ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായതുകൊണ്ടാണ് ഏറ്റവും നല്ല മാതൃകയായി ആരായത്? അവിടുന്ന് ആയത്. മനസ്സിലായില്ല? അപ്പോൾ ഈ പറയപ്പെട്ട തങ്ങൾ മാണിക്യമെന്ന് വിശേഷിപ്പിക്കാൻ കാരണമായ ആ പ്രത്യേകതകളെല്ലാം തങ്ങൾ സ്ഥിരപ്പെടാനുള്ള കാരണം അല്ലാഹു തആലാന്റെ ലോകം നിലകൊള്ളുന്ന സിഫത്തുകളും അസ്മാകളും ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ്, ആ അസ്മാ സിഫാത്തുകൾ കൊണ്ടാണ് തങ്ങൾക്ക് ഇതൊക്കെ എന്തായത് കിട്ടിയത്. അതിൻ്റെ സഹായം കൊണ്ട്, അഥവാ തങ്ങൾക്ക് ഈ ഉപകാരമൊക്കെ കിട്ടിയത് ആരിൽ നിന്നാണ്? അദ്ദബനി റബ്ബി അഹ്സന തഅദീബി ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ റബ്ബ് ഏറ്റവും നല്ല രൂപത്തിൽ എന്നെ എന്തായിട്ടുണ്ട്? മര്യാദ പഠിപ്പിച്ചത് ആരാണ്? എൻ്റെ റബ്ബാണ് എന്ന് ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പം മനസ്സിലായല്ലോ? ഇതാണെന്ന് കഴിഞ്ഞില്ല. ഈ പറഞ്ഞത് നമ്മൾ ഇപ്പറഞ്ഞ കാരണം ഉണ്ടല്ലോ, ഏതാ കാരണം? അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകളുടെ സഹായം കൊണ്ടാണ് തങ്ങൾ, അതിന് ആ സഹായം കൊണ്ട് തങ്ങൾക്ക് ലഭിച്ച സ്വഭാവ വൈശിഷ്ട്യങ്ങൾ കൊണ്ടാണ് തങ്ങൾ ലോകത്ത് ഏറ്റവും ഉത്കൃഷ്ടരായത്, ഏറ്റവും പവിത്രതയുള്ളവരായത്, ഏറ്റവും പരിശുദ്ധതയുള്ളവരായത് എന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞില്ല. എന്നാൽ ഇത് കൂടാതെ തങ്ങൾക്ക് മറ്റൊരു വശവും കൂടിയുണ്ട്. ആ വശമാണ് നമുക്ക് വെളിപ്പെട്ടത്. ഏതാണ്? ഉബൂദിയ്യ. എന്താണ്? ഉബൂദിയ്യത്ത്, അടിമത്തം, മഹത്തായ അടിമത്തം. ആ വാക്ക് വേറെ, ഈ വാക്ക് പ്രയോഗിക്കാൻ പറ്റുമെന്ന് തന്നെ പേടിയാവണം. മനസ്സിലായ? ഉബൂദിയ്യ എന്നാണ് അറബിയിൽ. അതിൻ്റെ മലയാളമാണെന്ത്? അടിമത്തം. അഥവാ അല്ലാഹു തആല അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും അവനിഷ്ടം ആരോടായിരിക്കും? അല്ല, എന്തുകൊണ്ടായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം കൂടുക? പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടല്ലോ, ഇന്ന അക്റമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്നാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ബഹുമാന്യർ ആരായിരിക്കും? അള്ളാഹുവിനെ ഏറ്റവും പേടിച്ച് സൂക്ഷിച്ച് ജീവിച്ചവർ എന്നാണ്. ഏറ്റവും പേടിച്ച് സൂക്ഷിക്കുക എന്നുള്ളത് അത് ആർക്കായിരിക്കും അത് ഉണ്ടാവുക? ഏറ്റവും കൂടുതൽ അല്ലാഹു തആലയ്ക്ക് കീഴൊതുങ്ങി, അങ്ങേ അറ്റം കീഴൊതുങ്ങുന്നത് ആരോ അവർക്ക്. അങ്ങനെ ഏറ്റവും കൂടുതൽ കീഴൊതുങ്ങിയ മഹാൻ ആരാണ്? മഹാൻ, ഏറ്റവും വലിയ വിശിഷ്ട വ്യക്തിത്വം അത് അൽ ഹബീബുൽ അഅ്സം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഏറ്റവും കൂടുതൽ അങ്ങനെ കീഴ് ഒതുങ്ങിയത്. മറ്റുള്ള പലരും കീഴൊതുങ്ങിയിട്ടുണ്ട്, ഇല്ലേ? പലരും. പക്ഷെ തങ്ങളോളം കീഴൊതുങ്ങിയ ആരുമില്ല. ഈ ഉബൂദിയത്തിൽ ഏറ്റവും കൂടുതൽ തുല്യത ഇല്ലാത്ത രൂപത്തിൽ അല്ലാഹു തആലയ്ക്ക് ഒതുങ്ങിയവർ ആരാണ്? ഹബീബുൽ അഅ്സം. എങ്ങനെ ഒതുങ്ങി? റബ്ബ് തആലാന്റെ ഇഷ്ടം എന്തോ അതായിരുന്നു ആരെ ഇഷ്ടം? അല്ലാഹു തആലയ്ക്ക് തിരിച്ച് നബി തങ്ങളെ ഇഷ്ടമായിരുന്നു അല്ലാഹു തആലയും കൂടുതൽ പരിഗണിച്ചിരുന്നത്, ഇല്ലേ? പലപ്പോഴും ഒരു ഏറ്റവും വലിയ സന്ദർഭം നിങ്ങൾ ഓർത്തു വെക്ക്. ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു ഖിബ്ല എവിടേക്ക് വരിക എന്നുള്ളത്.
പരിശുദ്ധ ഹറമിലേക്ക്. തങ്ങൾ ഭയങ്കര ഇഷ്ടം. കഅബ ഷരീഫ് എന്ന് പറഞ്ഞ ഈ ലോകത്ത് ഹബീബുൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട തങ്ങളെ ജന്മനാടാണ് ഏത്? പരിശുദ്ധ മക്ക. അവിടുത്തെ കഅബ ഷരീഫ് എന്ന് പറഞ്ഞാൽ അത്ര തങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്. അവിടേക്ക് ഖിബിലയാവാൻ തങ്ങൾ ആഗ്രഹിച്ച്. പക്ഷേ ഖിബില ആദ്യം എവിടേക്കായിരുന്നു? ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു. പക്ഷെ തങ്ങൾ ഈ ആഗ്രഹിച്ചിട്ട് തങ്ങളിങ്ങനെ വഹി എപ്പോൾ ഇറങ്ങും ഇങ്ങനെ നോക്കും. കാരണം അല്ലാഹു തആലയുടെ ഇഷ്ടമായിരുന്നു ആർക്ക് ആഗ്രഹിച്ചിരുന്നത്? പക്ഷെ അല്ലാഹു തആല ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്ന് അല്ലാഹു തആല ഹബീബിന്റെ ഇഷ്ടം പരിഗണിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുത്തു. എവിടേക്ക്? കഅബയിലേക്ക്. കണ്ട? അപ്പോൾ തങ്ങൾക്ക് അല്ലാഹു തആല എങ്ങനെയായിരുന്നു ഏറ്റവും ഇഷ്ടം? ഏറ്റവും കൂടുതൽ തങ്ങൾ ഇഷ്ടപ്പെട്ടത് ആരെയായിരുന്നു? അൽ ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അവിടുത്തെ റബ്ബിനെയായിരുന്നു. ഈ ലോകത്ത് തങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട മഹാന്മാർ കുറേ പേരുണ്ട്. ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹറ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട സയ്യിദുന അലിയാർ, സയ്യിദുന ഹസൻ റളിയല്ലാഹു, സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു, ബീവിമാരിൽ ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല, മഹദിയുടെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട ആയിഷത്തു തുഹ്റ റളിയല്ലാഹു തആല അൻഹ, അങ്ങേയറ്റം നബി തങ്ങൾ ഇഷ്ടപ്പെട്ട മഹദിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഹബീബുൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആല എത്ര ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ചോദിക്കാൻ, മനസ്സിലാക്കാൻ ഏറ്റവും കഴിയുക ആരോട് ചോദിക്കലാണ്? ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. കാരണം ഹബീബുൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്ക ജീവിതത്തിൽ വിശ്വാസപരമായ കാര്യങ്ങൾ ആണ് കൂടുതൽ ഈ ലോകത്ത് സ്ഥിരപ്പെടാനുള്ള പ്രവർത്തനങ്ങളായിരുന്നു. പിന്നെ പരിശുദ്ധ മദീനത്തു ഷരീഫയിലേക്ക് എത്തിയതോടുകൂടി പിന്നെ കർമ്മങ്ങളായി. സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹയ ഹബീബുൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല വിവാഹം ചെയ്ത് കൊടുക്കുകയാണ്. എന്തു വേണ്ടി? അന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും ബുദ്ധി ആർക്കായിരുന്നു? ഏറ്റവും ബുദ്ധി അപ്പോൾ ആയിഷ ബീവിയെ കൊണ്ട് ഹബീബുൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ പകർത്താനുള്ളതൊക്കെ പകർത്തപ്പെടണം. ഏറ്റവും നല്ല ഹിഫ്ള് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഹിഫ്ള് തുടങ്ങുന്നത് എപ്പോഴാണ്? ഫഹ്മല്ല, ഹിഫ്ള്. കൊച്ചു കുട്ടിക്കാണ് ഹിഫ്ള് ഭയങ്കരമായിരിക്കും, പെട്ടെന്ന് കാണാതെ പഠിക്കും. പാട്ടൊക്കെ, എഴുത്തും വായന അറിയാത്ത പാട്ടൊക്കെ മക്കൾ അങ്ങ് പഠിച്ചു. നമ്മളെ സീതി മുഖ്താർ ഹസന്റെ പാട്ടുകളൊക്കെ 3-4 വയസ്സുള്ള നമ്മളെ മക്കൾ പാടുന്നുണ്ട. ആ പദങ്ങളെ പോക്കൊക്കെ നിങ്ങൾക്കറിയല്ല. ഇതെങ്ങനെ അവർ എഴുതി പഠിച്ചതാ? ഒരു ഹിഫ്ളാണ്. അപ്പൊ കൊച്ചു മക്കള് അവരെ പ്രത്യേകതയാണ് പെട്ടെന്ന് പിടിച്ചെടുക്കും. അപ്പൊ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹബീബുൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വരുന്നതൊക്കെയും തങ്ങളാവട്ടെ പിന്നെ പൊതുജനങ്ങളോട് ഇടപെടുന്ന തങ്ങളെ ഭാഗമുണ്ട്, കുടുംബത്തോട് ഇടപെടുന്ന ഭാഗമുണ്ട്. ഈ ഇടപെടുന്ന ഭാഗങ്ങളൊക്കെ പരമാവധി സ്വാംശീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിന് അല്ലാഹു തആല തിരഞ്ഞെടുത്ത ഏറ്റവും ബുദ്ധിമതിയായി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനിപ്പിച്ച മകളാണ് ആര്? കറക്റ്റ് സമയത്ത് തങ്ങളെ കറക്റ്റ് ഏറ്റവും ബുദ്ധിയുള്ള സമയത്ത് തന്നെ തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്ത് വേറെ ആരും വിവാഹത്തിന് പിന്നെ ലക്ഷ്യമാക്കാൻ പോലും അവകാശം കൊടുക്കാതെ ഹൃദയത്തിൽ വേറൊരു പുരുഷനെ പോലും കടത്താത്ത വിധം സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹയായിട്ട് ആദ്യം തന്നെ, അതായത് തമ്മീസ് എത്തുമ്പോൾ തന്നെ ഇർത്തിബാത്തായി, ബന്ധമായി. ഇനി മഹദിക്ക് ആര് തന്നെയാണ് ഭർത്താവ്? ഹബീബുൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലം. 9 വയസ്സായി ആയപ്പോൾ തന്നെ, അതായത് പരിപൂർണത എത്തിയപ്പോൾ തന്നെ തങ്ങളുമായിട്ടുള്ള ജീവിതം തുടങ്ങി. എത്ര ശുദ്ധമായ ജീവിതം, എല്ലാം പിടിച്ചെടുക്കുകയായിരുന്നു ആര്? സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഇതാണ് അല്ലാഹു തആലയുടെ ഏറ്റവും ഹക്കീമായ റബ്ബ് തആല ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം. മറ്റ് ഏത് മഹദിമാരെ എടുത്തു നോക്ക്,
അതിബുദ്ധിമതിയാണ് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല. ഏറ്റവും അജ്മലുൻ നിസാ ആയിരുന്നാല് ഉമ്മു സലമ ബീവി. മഹദി വിവാഹം കഴിക്കുന്നത് ഏകദേശം വാർദ്ധക്യത്തോട് അടുക്കുമ്പോഴാണ് തങ്ങളാണ്. പക്ഷെ അവർക്ക് പോലും ആരുടെ അടുത്തെത്താൻ പറ്റിയിട്ടില്ല ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ. മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് തന്നെ ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിന് ശേഷം തങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്വഹാബികളും സ്വഹാബികളെ മക്കളും കൂടുതലും ബന്ധപ്പെട്ടത് ആരുമായിട്ടായിരുന്നു? മക്കള്, അതായത് താബിഈങ്ങളിൽ ബഹുഭൂരിപക്ഷം, അതേപോലെ തന്നെ സ്വഹാബികളെ മക്കളൊക്കെ ഉമ്മ എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് ചോദിക്കും. അങ്ങനെ ഒരിക്കൽ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രനായ സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടുകാരും കൂടി ഒരിക്കൽ സയ്യിദത്തുന ഉമ്മുന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ വരെയാണ്. എന്നിട്ട് ചോദിച്ച്, ഹദ്ദിസീനാ ബിഅഅജബ മാ റഅയ്തി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ഉമ്മി, ഉമ്മ, അവിടുന്ന് ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ കാര്യം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്നാര് ചോദിക്കുകയാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആരായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു? ആരാണ്? ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാത്തവരാ? തങ്ങൾ എവിടെ നിസ്കരിച്ചോ അവിടെ ഇറങ്ങി ആര് നിസ്കരിക്കും? മുത്തബി സുന്ന എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവര് തങ്ങളെ കുറിച്ച് ചോദിച്ചു വരികയാണ് ആരെടുത്ത്? നോക്കുങ്ങള്, നമുക്ക് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇല്ല, പിന്നെ നമ്മൾ ആരെടുത്താ പോയി തങ്ങളെ കുറിച്ച് ചോദിക്കുക? നമ്മളെ ഉലമാക്കളെടുത്ത്. ഉലമാക്കള് ഇല്ലെങ്കിൽ ഇത് ഏറ്റവും നല്ലതുപോലെ തങ്ങളെ വിശേഷിപ്പിച്ചിരുന്ന മഹാത്മാക്കൾ അടുക്കൽ പോവും, ഇല്ലെങ്കിൽ അവരെ ഗ്രന്ഥങ്ങളെ സമീപിക്കും. അത് പറഞ്ഞു തന്നവരെ നമ്മൾ കേട്ടും പാടിയും ഒക്കെ തങ്ങളിങ്ങനെ അറിഞ്ഞിരിക്കുന്നു. അതായത് മൗലിദ് എന്ന് പറയുന്നതിൻ്റെ മഹത്വം എത്ര ഉണ്ടെന്ന് വെച്ചിട്ട് അത് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബദാനങ്ങൾ കേൾക്കുന്നതിൻ്റെ ആവശ്യകത സ്വഹാബികൾ എങ്ങനെയാണത് പരിഗണിച്ചതെന്ന് നോക്കിയേ നിങ്ങൾ. തങ്ങളെ കൂടെ ജീവിച്ച ഒരു മഹാൻ അതിനേക്കാൾ കൂടുതൽ ജീവിച്ച ഒരു മഹദിയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഏറ്റവും അത്ഭുതകരമായി അവിടുന്ന് കണ്ടത് ഒന്ന് പറഞ്ഞു തരാമോ എന്നാണ് ആര് ചോദിക്കുന്നത്? ഇത് കേട്ടതും ബഹുമാനപ്പെട്ട സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ ഫബക്കത് ബുകാഅൻ ശദീദൻ, അതിശക്തമായി കരയാൻ തുടങ്ങി. ആര്? ആയിഷ റളിയല്ലാഹു അൻഹ. സുമ്മ ഖാലത്ത്, അങ്ങനെ കരച്ചിൽ ഏകദേശം ഒന്ന് അടങ്ങിയപ്പോൾ മഹദി പറഞ്ഞു, കുല്ലു അംരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന അജബ. ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാര്യങ്ങളൊക്കെ അജബാണ്. ഈ അജബിൽ നിന്ന് ഏറ്റവും വലിയ അജബ് ഞാൻ എങ്ങനെ പറയും? നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പാഠമാണ്. എന്ത്? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം വെച്ചിട്ട് ഇതാണ് ഏറ്റവും നല്ലത്, ഇതാണ് എങ്ങനെ പറയുക? അതാണ് നല്ലത്, ഇതാണ് നല്ലത്, അങ്ങനെ പറയാൻ കഴിയുമോ? അങ്ങനെ പറയാൻ കഴിയൂല. ആ വാക്കല്ലേ മഹദി പറയുന്നത്, കുല്ലു അംരിഹി കാന അജബ, എല്ലാ അജബിനെ. പിന്നെ ഇതിൽ ഏറ്റവും വലിയ അജബ് എന്ന് ഏത് പറയും? ഓരോ സമയത്തിനും അനുസൃതമായി തങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത് ഏറ്റവും അജബുള്ള, ഏറ്റവും ശരിയായ, ഏറ്റവും കൃത്യമായ പ്രവർത്തനമോ വാക്കോ ആയിരിക്കും. നമുക്കിനെ അളക്കാൻ കഴിയൂല. തങ്ങളെ മഹദീനെ മറുപടി കണ്ട, കുല്ലു അംരിഹി കാന അജബ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മഹദി പറയാണ്, അത്താനി ദാത്ത ലൈല, ഒരു ദിവസം ഒരു രാത്രി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്നു. വഖദ് ദഖൽതു ഫിറാശി, അങ്ങനെ ഞാനാവട്ടെ വേഗം എൻ്റെ വിരിപ്പിലേക്ക് പോയി കിടന്നു. എന്തിനു വേണ്ടി? പൊതുവെ സ്ത്രീകൾ
പെട്ടെന്ന് കിടക്കയിലേക്ക് ഭർത്താവ് ഉണ്ടെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ അവരെന്താഗ്രഹിക്കും? ഒന്ന് ഭർത്താവിനൊന്ന് സാമീപ്യം ആഗ്രഹിക്കുമ്പോഴാണ് ഒരു പെട്ടെന്ന് ഉറക്കം വരുന്നെന്നൊക്കെ പറയും. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, അറിയുന്നവർക്കറിയാം, ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറയുക. പ്രത്യേകിച്ച് പുതുനാരികൾ അധികവും പണ്ടൊക്കെ, ഇന്നെന്ത് ഹയാ, ഇന്ന് ഹയാ ഒക്കെ ഒലിച്ചുപോയി. ഇന്ന് ഹയാ ഒക്കെ എന്തായി? ഒലിച്ചുപോയി. മനസ്സിലായ? അന്ന് അങ്ങനെയല്ല. അന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മളെയൊക്കെ കുടുംബത്തിലൊക്കെ പെങ്ങന്മാരെയൊക്കെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഞാൻ എൻ്റെ പെങ്ങളുമായിട്ട് അവർ ഭർത്താവായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെങ്ങളിങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ വേഗം പോട്ടെ. മുഖത്ത് ഉറക്കത്തിൻ്റെ അടയാളമൊന്നുമില്ല. മനസ്സിലായ? പറയാണ്. പക്ഷെ അന്നതിൻ്റെ രഹസ്യം നമുക്കറിയില്ല. പിന്നീട് അതിൻ്റെ രഹസ്യം മനസ്സിലായി. സ്ത്രീകൾ, ഹയ ഉള്ള സ്ത്രീകൾ അങ്ങനെയാണ്. അത് പറയൂല അവര്. അപ്പോൾ മഹദി അവർകൾ ഫിറാഷിലേക്ക് പ്രവേശിച്ച് ഫദഖല മഈ, അങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ തൃപ്തി തങ്ങൾ പ്രതീക്ഷിക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? അള്ളാഹു തആലയ്ക്ക് വേണ്ടിയിട്ട്. ഏറ്റവും നല്ലവർ നിങ്ങളിൽ, നിങ്ങളെ കുടുംബത്തിനോടൊപ്പം കുടുംബക്കാരോട് അഹലിനോട് ഏറ്റവും നല്ലതുപോലെ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവർ എന്ന ഹദീസ് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കുക. ആർക്ക് വേണ്ടി? അള്ളാഹു തആലയ്ക്ക് വേണ്ടി, അല്ലാതെ സ്വന്തം ആവശ്യത്തിനല്ല. അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയാണ്, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ല, നിങ്ങൾ എൻ്റെ അടുത്ത് വേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാ? എന്നാ ചോദ്യം, എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ എന്നാണ്. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടും പറ്റൂല. ആർക്ക് വേണ്ടിയിട്ടേ പറ്റുള്ളൂ? അള്ളാഹു തആല. സ്ത്രീകൾ അങ്ങനെയാണ്. സ്ത്രീകളെ പൊതുവെ വൻ വിറ്റാണ് അവരോട് ആശിച്ചു പോയ അവർ പറയും, നിങ്ങൾക്ക് എൻ്റെ ശരീരം മതി, അങ്ങനെ പറയും. എന്നാൽ ആശിക്കാതെ പോവുകയാണെങ്കിൽ പറയും, നിങ്ങൾക്കിപ്പോൾ പണ്ടുള്ളതുപോലെ ഇഷ്ടം, എന്നോടിപ്പോൾ താല്പര്യം ഇല്ല എന്നും പറയും. രണ്ടും പറയും. അങ്ങനെ രണ്ടും ഇവരെന്തായി മാറി മാറി പറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആവശ്യത്തിനും ആവരുത്. നമ്മൾ എന്നുവെച്ചാൽ ഞാനീ പറയുന്ന വിഷയം ഹറാം ഹലാലിൻ്റെ വിഷയമല്ല, മറിച്ച് ഇബാദത്തിൽ പരിപൂർണത ആഗ്രഹിക്കുന്നവരോട് പറയുന്ന വാക്കാണ്. നമ്മളെ ബീവിമാരെ സമീപിക്കേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാവണം? അല്ലാഹു തആലയുടെ തൃപ്തി വേണ്ടി. അവർക്ക് വേണ്ടിയോ ആവരുത്, നമുക്ക് വേണ്ടിയോ ആവരുത്. എന്ന് പറഞ്ഞാൽ അവരെ സന്തോഷിപ്പിക്കുക മാത്രമാവരുത് ലക്ഷ്യം. അവരെ സന്തോഷിപ്പിക്കുന്നത് അല്ലാഹു തആലയുടെ തൃപ്തി ഉള്ളത് കൊണ്ടായിരിക്കണം സന്തോഷിപ്പിക്കേണ്ടത്. കാരണം അള്ളാഹുവിന് ഇഷ്ടമല്ലേ ബീവിമാരെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? റബ്ബ് തആലയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൈ ഇങ്ങനെ വെച്ചാൽ തന്നെ നമുക്ക് നമ്മളെ സ്വന്തം ബീവിൻ്റെ കൈപ്പുറത്ത് സ്നേഹത്തോടെ വെച്ചാൽ പോലും ഇങ്ങനെ തെറ്റ് കുറയും. വായിൽ ഭക്ഷണം വെച്ച് കൊടുത്താൽ തെറ്റ് കുറയും. വലിയ പ്രതിഫലമാണ്. ഇതെങ്ങനെ? അല്ലാഹു തആലയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. കാരണം അവൻ വേറെ ഹറാമിലൊന്നും പോകുന്നല്ലോ. മാത്രമല്ല, ആ നല്ല ബന്ധം കൊണ്ട് ഇവനിക്ക് ഇബാദത്തിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയും. മനസ്സിലായ? അപ്പം നമ്മളെ ഭാര്യമാരെ സമീപിക്കുന്നത് പോലും അല്ലാഹു തആലയുടെ ഇഷ്ടം പ്രതീക്ഷിച്ച് വേണം അവരെ സന്തോഷിപ്പിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ സന്തോഷിപ്പിക്കലിൽ ആര് തൃപ്തിയുണ്ട്? ഇതേപോലെയാണ് ഭാര്യയും. ഭർത്താവിന് വേണ്ടിയോ അവക്ക് വേണ്ടിയോ ആവരുത്. ഭർത്താവിനെ സന്തോഷിപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ചിട്ട്. താൻ സന്തോഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ഇങ്ങനെ ചെയ്തു കൊടുത്താൽ അള്ളാഹുവായിട്ട് അടുക്കുമല്ലോ എന്ന് കരുതിയിട്ട്. ഇതാണ് ശരിയായ ഒരു മുത്തഖിയുടെ സ്വഭാവം. അതാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. വല്ല നഷ്ടം ഉണ്ടാകും. എന്തെങ്കിലും നഷ്ടം ഉണ്ടാകും. നിങ്ങൾ സ്നേഹിക്കേണ്ടെന്നാണ് പറയുന്നത്. അല്ല, സ്നേഹം അല്ലാഹു തആലയ്ക്ക് ആക്കിക്കോ എന്നാണ് പറയുന്ന. എന്തെങ്കിലും ഇവിടെ കുറവ് വരുത്തുന്നുണ്ടാ? മറിച്ച് ഇങ്ങനെ ഉള്ള ആൾക്കാർ ഒരിക്കലും പ്രശ്നങ്ങളിലേക്ക് പോവില്ല. ഇങ്ങനെ സ്നേഹിക്കുന്നവരിൽ പ്രശ്നം കാണൂല. നേരെ തിരിച്ചാണെങ്കിലോ അവരാണ് പിന്നെ ഇങ്ങനെ ചിന്തിക്കാതെ എനിക്ക് വേണ്ടിയിട്ട് തന്നെ എൻ്റെ ഇഷ്ടം ഓർത്തിട്ട് തന്നെ എന്നെ സ്നേഹിക്കണത്, എന്നെ പരിഗണിച്ച്, ഇതായിരിക്കും പിന്നെ അവരെ ചിന്ത. മറ്റവരങ്ങനെ കാലം കുറെ കടക്കും, അവസാനം ഇവർ മരിക്കും. പ്രത്യേകിച്ച് ഇതുകൊണ്ടൊന്നും കിട്ടാനും ഉണ്ടാവില്ല. അപ്പൊ തിരിയുന്നുണ്ടല്ലോ.
അങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തായി, ഈ വിരിപ്പിലേക്ക് തങ്ങളും പ്രവേശിച്ചു. ഹത്താ ലസിക ജിൽദുഹു ബിജിൽദി. അങ്ങനെ ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധ പവിത്രമായ തങ്ങളെ തൊലി തൊലിയോട് ചേർന്നു, തങ്ങളോട് മഹദിയുടെ തൊലിയോട് ചേർന്ന് നിന്നു. ഇങ്ങനെ നിന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ആയിഷ ഇദൻ ലീ അതഅബ്ബദു ലിറബ്ബി അസ്സ വജൽ, എൻ്റെ മഹോന്നതരായ എൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ നീ എനിക്ക് സമ്മതം തരുമോ എന്ന് ആര് ചോദിക്കുകയാണ്. കാരണം പ്രതീക്ഷിച്ച് നിൽക്കില്ല, അവരെ വേദനിപ്പിക്കാൻ തങ്ങൾ ഇഷ്ടമില്ല. ചോദിക്കാൻ, ഞാൻ ഇബാദത്ത് ചെയ്തോട്ടെ, സമ്മതം തരുമോ? അപ്പോൾ തങ്ങളുടെ സ്വഭാവം നോക്കി, എത്ര മാഷാ അല്ലാഹ്. ഇത് കേട്ടത് ആയിഷ മഹദി പറയാണ്, ഇത് കേട്ടത് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ല ഉഹിബ്ബു ഖുർബക, തങ്ങളെ സാമീപ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഉഹിബ്ബു ഹവാക്ക്, തങ്ങളെ ഇഷ്ടവും എനിക്കിഷ്ടമാണ്. തങ്ങൾ എൻ്റെ അടുത്ത് നിൽക്കണമെങ്കിലും എനിക്ക് സന്തോഷം തന്നെ. തങ്ങൾക്ക് ഇഷ്ടം ഇബാദത്തെടുക്കാനാണോ, ധൈര്യമായിട്ട് തങ്ങൾക്ക് എടുക്കാം. തങ്ങളെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമാണ്. നല്ല ഭാര്യമാരെ വാക്ക് കണ്ട, മനസ്സിലായോ? ഭർത്താക്കന്മാരുടെ സ്വഭാവം കണ്ട, ഇങ്ങനെ ആയിരിക്കണം വേണ്ടത് കണ്ട. ഇതിൽ നമ്മൾ പിടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ബീവിമാരെ അവർക്ക് നമ്മൾ നൽകുന്ന രാത്രിയിൽ ഇബാദത്തെടുക്കാൻ വേണ്ടി ഒറ്റയടിക്ക് പോകരുത്. എനിക്ക് വിവാദത്തെടുക്കണം, നീ ഒന്ന് പോയേ, ഇങ്ങനെ ആവരുത്. പിന്നെ അതിൻ്റെ പേരിൽ അടിയും ബഹളവും അങ്ങനെയല്ല. അവരെ സമ്മതം, അവരെ തൃപ്തിപ്പെടുത്തുക, എന്നിട്ട് അവരെ സമ്മതത്തോട് ചെയ്യലാണ്. അതല്ലാത്ത ദിവസങ്ങൾ നമുക്ക് ഇബാദത്തെടുക്കാമല്ലോ. തിരിയുന്നുണ്ടല്ല, നേരെ തിരിച്ച് അങ്ങനെ ചോദിച്ചാൽ നമ്മളെന്താ, ഒരു ഭർത്താവ് അങ്ങനെ ഇബാദത്തെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, വേറെ ഇതൊന്നും ഇല്ലെങ്കിൽ, ബുദ്ധിമുട്ട് ആവശ്യമൊന്നും ഇല്ലെങ്കിൽ, ഭാര്യമാരെന്താക്കുക, വിട്ടുവീഴ്ച. ഇങ്ങനെ ഇബാദത്തെന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇരുഭാഗവും അത് ചിന്തിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഇത്ര ആയപ്പോഴേക്കും ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, വീട്ടിലെ തോൽപാത്രം, വെള്ളം ഇരിക്കുന്ന പാത്രത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വുളു എടുത്തു തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തങ്ങൾ ഇങ്ങനെ ഖുർആൻ ഓതാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിനാണ്. അല്ലാഹു ആലം. സുമ്മ ബക, എന്നിട്ട് തങ്ങളങ്ങ് കരയാൻ തുടങ്ങി. കരച്ചിൽ തന്നെ. മഹദി പറയുന്നു, ഹത്ത ദനന്തു അന്ന ദുമൂഅഹു ബലഗത് ഹുബുവതഹു, ഞാൻ കരുതി അല്ലാഹ് കരഞ്ഞ് 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 തങ്ങളെ ഒരു വസ്ത്രത്തിലൊരു പ്രത്യേക സാധനമുണ്ട്, നമ്മുടെ ഈ ഇരിക്കുന്ന സമയത്ത് കെട്ടണ ഒരു സാധനമുണ്ട്, നിങ്ങൾക്കറിയോ അത്? തങ്ങൾ അധികം അങ്ങനെ ചെയ്യും. അതായത് ഒരു ഷോൾ ഇങ്ങനെ എടുത്തിട്ട് കാലിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു കെട്ട് കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന രൂപമുണ്ട്. ഞാൻ പിന്നീട് കാണിച്ചു തരാം. ആ കെട്ടുന്ന ഇത് തങ്ങളെ ശരീരത്തിന്മേലുണ്ടായിരുന്നു, പവിത്ര ശരീരത്തിന്മേൽ. അത് നനയും എന്ന് തോന്നിപ്പോയി. ആ രൂപത്തിൽ കരച്ചു, തങ്ങൾ കരഞ്ഞു. എന്നിട്ടോ തങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തങ്ങൾ ഇരുന്നിട്ട് ദുആ എടുക്കാൻ തുടങ്ങി. അപ്പോഴും തങ്ങൾ വല്ലാതെ കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കരുതി, മിക്കവാറും ഈ കരച്ചിൽ എവിടെ എത്തും, ഇതേപോലെ തങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുവിൽ വന്ന് സംഭവിക്കും എന്ന് ആര് കരുതി. അത്രയും കരച്ചിൽ. പിന്നെ ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിഞ്ഞു കിടന്ന് വലതുവശത്തിലായിട്ട് തങ്ങളെ കവിളിൽ വലത്തെ കൈ വെച്ചിട്ട് ഇങ്ങനെ ചരിഞ്ഞു കിടന്ന് എന്തോ ചിന്തിക്കും പോലെ കിടന്നിട്ട് വീണ്ടും കരയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കരഞ്ഞ് തങ്ങളെ കണ്ണുനീരെവിടെ എത്തും, താഴെ പ്രതലമൊക്കെ നനയുമെന്ന് ഞാൻ കരുതിപ്പോയി. ആ രൂപത്തിൽ കരച്ചിൽ. അല്ല, ഒരു കാരണമില്ലാതെ സന്തോഷത്തോടെ വന്നിരുന്നിട്ടാണ് തങ്ങളിത് ചെയ്യുന്ന ഈ സംഭവം. കുറച്ച് കഴിഞ്ഞപ്പം ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിച്ചതിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു ഒന്ന് സലാം ചൊല്ലി. അപ്പം നോക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു കാണുന്നത് തങ്ങൾ എന്താവുന്ന
അപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബിലാൽ റളിയല്ലാഹു യാ റസൂലല്ലാഹ്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തബ്കി വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അറിയാം, നബി തങ്ങൾ കരയണമെങ്കിൽ ദുനിയാവിൻ്റെ ആവശ്യത്തിന് ഉണ്ടാവില്ല, ആഖിറ ആവശ്യത്തിനെ കഴിയുള്ളൂ. നബിയെ, തങ്ങൾക്ക് അല്ലാഹു തആല എല്ലാം പുറത്തു തന്നിട്ടുണ്ടല്ലോ. ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. തങ്ങൾക്ക് പിന്നെ എന്താ തങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യം എന്താണ്? തങ്ങളുമായി ബന്ധപ്പെട്ട തങ്ങളെ ഉമ്മത്തിൻ്റെ വിഷയങ്ങളാണ്. അങ്ങനെയുള്ള ഉമ്മത്തിന് വരാനിരിക്കുന്നതും പിന്നെ കഴിഞ്ഞു പോയതൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ടെന്ന് അല്ലാഹു തആല എന്താക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉറപ്പ് തന്നിട്ടില്ല നബിയെ, തങ്ങൾ എന്തിനാണ് പിന്നെ വിഷമിക്കണത്? അതായത് തങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സൗഫ യുഅതീക റബ്ബുക ഫതർദാ, ആ ഒരു അവസ്ഥയിൽ തങ്ങൾ എത്തിയതല്ലേ, പിന്നെ തങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് അജബായിട്ട്. അപ്പോഴാണ് തങ്ങൾ പറയുന്നത്, ഒമാലീല അബ്കി, ബിലാലെ ഞാൻ എങ്ങനെ കരയാതിരിക്കുക? വഖദ് ഉൻസിലത്ത് അലയ്യ അല്ലൈല, ഈ രാത്രി ഒരായത്ത് എനിക്കിറങ്ങി. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഈ ആയത്തിറങ്ങി. ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തങ്ങളാണ് വൈലുൻ, നാശം, ലിമൻ ഖറഅഹ, ഈ ആയത്ത് ഓതുക, തുമ്മ ലം യതഫക്കർ ഫിഹാ, പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. എങ്ങനെ ഇത് ആയത്തിലെ വിഷയം അതാണ്. അതായത് അല്ലാഹു തആല ഈ ലോകത്തെ പടച്ചതിന് വലിയ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്ക്? അല്ലാഹു തആലയെ ഓർക്കണവർക്ക്. എങ്ങനെ അവരോർക്കും? നിന്നും ഇരുന്നും കിടന്നും. അതാണ് ഇപ്പോൾ കണ്ടത്, നിന്നും ഇരുന്നും കിടന്നും. എന്നിട്ട് തങ്ങൾ പറയാണ് വൈഹക യാ ബിലാൽ അഫല അകൂനു അബ്ദൻ ഷക്കൂറ, ഞാൻ ഒരു നന്ദിയുള്ള അടിമയാവണ്ടേ ബിലാലേ എന്നാണ്. അപ്പോൾ എല്ലാം അല്ലാഹു തആല പുറത്തു തന്നെങ്കിലും ഇതെല്ലാം ചെയ്തു തന്ന റബ്ബ് തആലയ്ക്ക് ഒരു നല്ലൊരു അടിമയായി ഞാൻ മാറണ്ടേ, നന്ദിയുള്ള അടിമയായി മാറണ്ടേ എന്നാണ് ആര് ചോദിക്കുന്നത്? ഇതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ. 24 മണിക്കൂറും സകല സമയവും തങ്ങൾ ഇബാദത്തിലായിരുന്നു. ഇബാദത്തിലല്ലാത്ത ഒന്നും തങ്ങളിൽ കടന്നു പോയിട്ടില്ല. ആദ്യ സൃഷ്ടിപ്പിൽ തന്നെ തങ്ങൾ എന്താ ചെയ്തത്? 700 വർഷം സുജൂദ് ചെയ്തു. ആദ്യ സൃഷ്ടിപ്പിൽ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നും ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തിറങ്ങുന്നത് തന്നെ സുജൂദ് ചെയ്തിട്ട് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീല, ഫസീഹായി പറഞ്ഞാണ്ടാണ് തങ്ങൾ എന്താവുന്നത്, ജനിക്കുന്നത്. അവിടെ നിന്ന് ഇബാദത്ത് തന്നെ. ഇപ്പൊ ജീവിതത്തിൽ ഇതും കണ്ട്, ഇനിയോ വഫാത്താവുമ്പോഴോ ഇബാദത്തിൽ തന്നെ. വഫാത്തായി കഴിഞ്ഞ് തങ്ങൾ ബഹുമാനപ്പെട്ട റൗദ ഷരീഫിൽ ഇപ്പോഴും ഇബാദത്തിൽ തന്നെ. നാളെ ഖിയാമത്തായാലും ഓടിപ്പോയി സുജൂദ് ചെയ്യും, ഇബാദത്തിൽ തന്നെ. അപ്പോൾ അല്ലാഹു തആലയ്ക്ക് വേണ്ടി സദാ ഇബാദത്തിലാണ് ആര്? അങ്ങനെ ഉള്ള ഉബൂദിയത്ത്, അടിമത്തത്തിൻ്റെ അങ്ങേ അറ്റം പരിപൂർണമായി മേളിച്ചവരായിരുന്നു ആര്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹു തആല നബി തങ്ങളെ വിശേഷിപ്പിച്ചത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി. ഷഹാദത്തിലോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ആദ്യം ഏത് സിഫത്താ പറഞ്ഞത്? മഹാത്മാക്കൾ പറയുന്ന റിസാലത്ത് എന്ന പ്രത്യേകതയേക്കാൾ
അള്ളാഹുവിൻ്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടവും ഏറ്റവും മഹത്വമേറിയതുമായ പ്രത്യേകത ഏതാണ്? അബ്ദ്, ഉബൂദിയത്തായിരുന്നു. ഇതുകൊണ്ടാണ് ഹബീബ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ അമ്പിയാക്കളെ കുറിച്ചും ഖുർആനിൽ ഈ വിശേഷണം പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നൂഹ് അലൈഹിസ്സലാം ഇന്നഹു കാന അബ്ദൻ ഷക്കൂറ, യൂസുഫ് അലൈഹിസ്സലാം ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, മൂസ അലൈഹിസ്സലാം ഹാറൂൻ അലൈഹിസ്സലാം ഇന്നഹുമാ മിൻ ഇബാദിനൽ മുഅ്മിനീൻ, ഇലിയാസ് നബി അലൈഹിസ്സലാം ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെയും യാക്കൂബ് നബി അലൈഹിസ്സലാമിനെയും വദ്കുർ ഇബാദന ഇബ്രാഹിം വ ഇസ്ഹാഖ വ യാക്കൂബ്. കണ്ട ഏത് വിശേഷണം വെച്ചാ പറയുന്നത്? അള്ളാഹുവിൻ്റെ അടിയാർ. നിങ്ങൾ കണ്ടില്ലേ, അഷ്ഇയ അലൈഹിസ്സലാമിന് അള്ളാഹു തആല ഇറക്കിക്കൊടുക്കുന്ന വഹയിൽ ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേന്മകൾ പറയുമ്പോൾ ആദ്യം പറഞ്ഞത് അബ്ദീ, തങ്ങളെ കുറിച്ച് പറയുന്നത് അബ്ദീ എന്നാണ്. അൽ ഹബീബുൽ മുതഹബ്ബിബ്, അങ്ങനെയല്ലേ? തുടക്കം തന്നെ പറയാം എൻ്റെ അടിയാർ ആണ്. അപ്പൊ ഏറ്റവും വലിയ വിശേഷണമാണെന്ത്? ഒതുങ്ങുക, അള്ളാഹു തആലയ്ക്ക് ഒതുങ്ങിക്കൊടുക്കുക, കീഴൊതുങ്ങുക പരിപൂർണമായി. അത് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ആബിദ് ആരായിരുന്നു? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ ചരിത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. സ്വഹാബത്തിന്റെ കാലത്ത് ഒരു മഹദി ഉണ്ടായിരുന്നു. ആദ്യകാലം വളരെ മോശമായിരുന്നു. അവർ ഫെമിനിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയൂലേ, നമ്മൾ ഇക്കാലഘട്ടത്തിൽ ഫെമിനിസ്റ്റ് എന്ന് പറയും പോലെ ഈ മഹദി ആദ്യകാലത്ത് പുരുഷന്മാരെ ഭയങ്കര വെറുപ്പായിരുന്നു. അവർക്ക് കണ്ടാ തെറി പറയും, കണ്ടുകൂടാ അവർക്ക്. മനസ്സിലായി ഞങ്ങൾക്ക്? അത് അങ്ങനെ ആ നാട്ടിലെല്ലാവർക്കും അറിയാം. അങ്ങനെ ഈ മഹദി ഒരു ദിവസം നടന്നു പോയി ആര് സമീപത്തോടുകൂടെ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തങ്ങൾ അന്ന് എല്ലാവരും കാണുന്ന ഒരു പ്രതലത്തിന്മേൽ തങ്ങൾ ഇരിക്കുകയാണ്. അങ്ങനെ തങ്ങൾ ഒരു അടിയാർ ഇരിക്കുന്നത് പോലെ തങ്ങൾ ഇരുന്ന് ഒരു കാല് മടക്കി വെച്ച് നിലത്തൂന്നി, സാധാരണ അടിയാറുകൾ ഭക്ഷണം കഴിക്കുന്ന അതേ രൂപത്തിൽ സരീദ് തങ്ങൾ കഴിക്കുകയാണ്. സരീദ് എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വിഭവമാണ്. അതായത് ഈ ഹുബുസിനെ മുറിച്ചിട്ട് അതിൽ ഇങ്ങനെ കറി ഒഴിച്ചിട്ടുള്ള ഒരു പ്രത്യേക വിഭവം. അത് തങ്ങളിങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പം തങ്ങളെ കഴിക്കണത് കണ്ടപ്പോൾ ഈ മുപ്പത്തിയുടെ സ്വഭാവം അങ്ങനെയാണല്ല, കൂടെ ഉള്ളവരോട് പറഞ്ഞു, ഉംതുറു ഇലൈ യജ്ലിസു കമാ യജ്ലിസുൽ അബ്ദ്, ഒരു അടിമ ഇരുന്ന് ഭക്ഷിക്കും പോലെ ഇരിക്കണ ഒരാളെ നോക്കിയേ എന്നിങ്ങനെ പറഞ്ഞു. ഒരു അടിമ ഇരിക്കണത് പോലെ ആ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. വയഅകുലു കമാ യഅകുലു അൽ അബ്ദ്, ഒരു അടിമ തിന്നും പോലെ ചെയ്യാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇത് ആര് കേട്ട്? ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടപ്പോൾ തങ്ങൾക്ക് ദേഷ്യമല്ലോ എന്നാ തങ്ങൾ ചോദിച്ചത്, അയ്യോ അബ്ദിൻ അഅ്ബുദു മിന്നി, എന്നെക്കാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അടിമ ആരാ ഉള്ളത്? ഏറ്റവും ഉന്നതരായ അടിമ ഞാനല്ലേ? കണ്ട, ഇവിടെ തങ്ങൾക്കത് ഇഷ്ടമായിരുന്നു എന്നാണ് പറയുന്നത്. ആ വിശേഷണം തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. തങ്ങളത് വളരെ സന്തോഷത്തോടു കൂടി ആ വാക്ക് തങ്ങളങ്ങ് സ്വീകരിച്ചു. അപ്പോൾ ഈ മഹദിക്ക് ഇങ്ങനെ പറഞ്ഞപ്പം നബി തങ്ങൾ ദേഷ്യം പിടിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇത് പറഞ്ഞപ്പോൾ തങ്ങൾക്ക് സന്തോഷമാണ് ആയത്. അപ്പോൾ പിന്നെ അടുത്ത കുറ്റം, വയഅകുലു വലാ യുത്ഇമുനി, ആള് തിന്നുന്നുണ്ട് പക്ഷെ എനിക്ക് തിന്നാനൊന്നും തന്നില്ല. അപ്പോൾ തങ്ങൾ പറഞ്ഞു, എന്നാ കഴിച്ചോ, ഫകുലി, കഴിച്ചോ എന്ന് പറഞ്ഞു. കാലത്ത് അപ്പോഴും പ്രശ്നം, നാവിൽ നീ ബിയദിക്ക്, കൈകൊണ്ട് താ എന്നായി. അപ്പം തങ്ങൾ കൈകൊണ്ട് എന്നെ നീട്ടി, പോരാ തങ്ങളെ വായിലുള്ളതിൽ നിന്ന് എനിക്ക് തരണമെന്ന് പറഞ്ഞു. ആര്? ഈ മഹദി. അപ്പം തന്നെ ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലം ഷറഫാക്കപ്പെട്ട തങ്ങളെ വായിലുള്ള മഹത്തായ ഭക്ഷണം അവർക്ക് കൊടുത്ത്. പക്ഷെ ആ മഹദി അള്ളാഹുവിൻ്റെ ഹബീബിനെ നിന്ദിച്ചില്ല, അപ്പം തന്നെ അത് എടുത്ത് കഴിച്ച്. ഫഗലബഹൽ ഹയാ,
അപ്പം തന്നെ മഹദിക്ക് നാണം കയറിയെന്നാണ്. പിന്നെ സ്വഹാബത്ത് പറയുന്നത് ഫലം തുറാഫിസ് അഹദൻ ഹത്ത മാത, മരിക്കും വരെ ഒരാളെ പിന്നെ ഈ മഹദി എന്തായിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇതായിരുന്നു സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും തങ്ങളെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കാരണം ഉബൂദിയത്ത് അല്ലാഹു തആല എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലെല്ലാം എത്തിച്ചു തരട്ടെ. ആമീൻ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഒരു അടിമയ്ക്ക് ലഭിക്കുന്ന എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ അല്ലാഹു തആല നമുക്കും നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.